മണ്ഡലകാലം അവസാനിച്ചപ്പോൾ ശബരിമലയിലെ വരുമാനത്തിൽ 10 കോടി രൂപയുടെ കുറവ്. സീസണിൽ മണ്ഡലപൂജയ്ക്ക് 3 ദിവസം മുമ്പ് മാത്രമാണ് സന്നിധാനത്ത് കാര്യമായ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടത്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞതാണ് വരുമാനം കുറയാൻ കാരണം. ശബരിമല തീർത്ഥാടന കാലത്തിന്റെ ആദ്യഘട്ടമാണ് മണ്ഡലപൂജയോടെ സമാപിച്ചത്. 30-ന് നട തുറന്നാൽ പിന്നെ 16 ദിവസം മാത്രമാണ് മകരവിളക്കിന് അവശേഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ ഗണ്യമായ കുറവാണ് ഇത്തവണയുണ്ടായത്. ആദ്യ 10 ദിവസത്തിൽ 3 കോടി രൂപയും 20 ദിവസം പിന്നിട്ടപ്പോൾ 10 കോടി രൂപയും 30 ദിവസം കഴിഞ്ഞപ്പോൾ 15 കോടി രൂപയുടെയും കുറവാണ് ഉണ്ടായത്. മണ്ഡല സീസൺ അവസാനിച്ചതോടെ വരുമാനത്തിലെ കുറവ് 10.89 കോടി രൂപയാണ്. 130.75 കോടി രൂപയാണ് ഇതുവരെ ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തിലേത് 141.64 കോടി രൂപയായിരുന്നു. കാണിക്ക ഇനത്തിൽ ഈ വർഷം 49.58 കോടി രൂപയാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 54.17 കോടിയായിരുന്നു. അപ്പം അരവണ വിൽപ്പനയിൽ ഈ വർഷം 4 കോടി രൂപയുടെ കുറവുണ്ട്. കഴിഞ്ഞ വർഷം 64.64 കോടി ലഭിച്ചപ്പോൾ ഈ വർഷം 60.19 കോടി രൂപയാണ് ലഭിച്ചത്. അഭിഷേകത്തിലൂടെ 1.71 കോടി രൂപയാണ് കഴിഞ്ഞ സീസണിൽ ലഭിച്ചത്. ഇത്തവണ ഇത് 1.4 കോടിയായി കുറഞ്ഞു. താമസ വാടക ഇനത്തിൽ 2.55 കോടി രൂപയാണ് ഈ വർഷത്തെ വരുമാനം. കഴിഞ്ഞ വർഷം ലഭിച്ചത് 2.87 കോടി രൂപയാണ്. റിപ്പോർട്ടർ, സന്നിധാനം.